അമേരിക്കയിലെ ഹിന്ദു ക്ഷേത്രത്തിന് നേരെ ആക്രമണം ഉണ്ടായി. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളൊന്ന് പറയാമോ? കാലിഫോർണിയയിലെ ഒരു ഹിന്ദു ക്ഷേത്രത്തിന് നേരെയാണ് ഈ ആക്രമണം ഉണ്ടായത്. ഖലിസ്ഥാൻ വാദികളാണ് ഭീകരാക്രമണം നടത്തിയത്. അതായത് ദക്ഷിണ കാലിഫോർണിയയിലെ ഷിനോ ഹിൽസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ശ്രീ സ്വാമിനാരായണ ടെമ്പിളിലാണ് ഈ ആക്രമണം ഉണ്ടായത്. അപ്പോൾ അതിൽ ക്ഷേത്രത്തിൽ ആക്രമിച്ച് കയറിയ ഈ ഖലിസ്ഥാൻ ഭീകരർ ക്ഷേത്ര ചുവരുകളിൽ ഭാരത വിരുദ്ധ മുദ്രാവാക്യവും അതേപോലെ നരേന്ദ്രമോദിക്കെതിരെയും പരാമർശങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഖലിസ്ഥാൻ വാദികൾക്ക് ഇപ്പോൾ ഏറ്റവും ശത്രുതയുള്ളത് നരേന്ദ്രമോദിയോടാണ്. എന്നുവേണ്ട ഭാരതത്തിനോട് എതിർപ്പും ശത്രുതയും പ്രകടിപ്പിക്കുന്ന ആൾക്കാർക്ക് നരേന്ദ്രമോദി ഒരു ചോദ്യചിഹ്നമായിട്ട് നിലനിൽക്കുകയാണ്. അവരുടെ അഭ്യാസങ്ങളൊന്നും നരേന്ദ്രമോദിയുടെ അടുത്ത് ചിലവാകില്ല എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. അപ്പോൾ ഭീകരവാദികൾക്ക് പൊതുവെ അവരുടെ ഏറ്റവും വലിയ ടാർഗറ്റാണ് നരേന്ദ്രമോദി. അപ്പോൾ ഈ നരേന്ദ്രമോദിക്കെതിരെ അവിടെ കുറേ കാര്യങ്ങളൊക്കെ തോന്നിയതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇപ്പോൾ ഈ ഇടയായിട്ട് ഖലിസ്ഥാൻ വാദികൾക്ക് കുറച്ചുകൂടി ദേഷ്യം തോന്നിയിരിക്കുകയാണ് നരേന്ദ്രമോദിയോടും. നരേന്ദ്രമോദിയോട് തോന്നുന്ന ദേഷ്യം ഇന്ത്യയോടും അങ്ങനെ ഈ ക്ഷേത്രങ്ങളോടും ഒക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഈയിടെ അവർക്ക് കൂടുതലൊരു പ്രകോപനം ഉണ്ടാക്കിയിരിക്കുന്നത് അമേരിക്കയിൽ നിന്നും ഫ്ലൈറ്റുകളിൽ ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ടല്ലോ, അത് അവരെ വളരെയധികം ഒന്ന് പ്രകോപിപ്പിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം ഈ വന്ന പ്ലെയിൻസിൽ ആദ്യം വന്ന 3 എണ്ണമെങ്കിലും അമൃത്സറിലാണ് ഇറങ്ങിയത്. അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഈ പ്ലെയിനുകൾ ഇങ്ങനെ അമൃത്സറിലേക്ക് വിടണേ, എന്തിനാ ഡൽഹിയിലേക്ക് വിട്ടൂടെ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വിട്ടൂടെ എന്നൊക്കെ പറഞ്ഞൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ കൊണ്ടുവരുന്നവരിലധികം പേരും പഞ്ചാബിൽ നിന്നുള്ളവരായിരുന്നു എന്നുള്ളതാണ്. അവർ ഈ ദുങ്കി റൂട്ട്സ് മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ വഴിക്കൊക്കെ കുറേ പേര് അമേരിക്കയിൽ പോയിരുന്നു. അപ്പോൾ അമേരിക്കയിൽ നിയമങ്ങൾ കർക്കശമായി കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഈ രീതിയിൽ വരാൻ തുടങ്ങി. അപ്പോൾ അത് തന്നെയല്ല അവരെ കാലിൽ ചങ്ങലയ്ക്കും കയ്യിൽ വിലങ്ങൊക്കെ അണിയിച്ചു കൊണ്ടുവന്നതൊക്കെ കുറച്ച് കൂടുതൽ പ്രകോപനങ്ങൾക്ക് കാരണമായി. അതിന് നരേന്ദ്രമോദി എന്തുകൊണ്ട് അതിനെ എതിർക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഉണ്ടായി. അങ്ങനെയൊക്കെ കുറച്ച് ഈ പ്രകോപനങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ പ്രകോപനങ്ങൾ ഇങ്ങനെ പല രീതിയിൽ അവർ അതിന് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ ഭിത്തികളിലൊക്കെ കരി തേച്ച് വൃത്തികേടാക്കിയതിൻ്റെ ചിത്രങ്ങളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇത് കാലിഫോർണിയ കേന്ദ്രീകരിച്ച് ഈ ഹിന്ദു ടെമ്പിൾസിനെതിരെ നടക്കുന്ന 7ാമത്തെ ആക്രമണമാണ്. ഇത് നടത്തുന്നത് 2023 ഇതുപോലൊരു ആക്രമണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ കാലിഫോർണിയ മാത്രം അവരുടെ മാത്രം കേസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത് 7ാമത്തെ ആക്രമണമാണ്. പിന്നെ അവിടെ ഈ നരേന്ദ്രമോദിക്കെതിരെ പ്രകോപനപരമായിട്ട് എഴുതുന്നത് കൂടാതെ ഹിന്ദുസ് ഗോ ബാക്ക് എന്നൊക്കെ പറഞ്ഞ് അവിടെ കുറേ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ശരിക്കും ഇന്ത്യയോടും അതേപോലെ അവിടുത്തെ മെജോറിറ്റി കമ്മ്യൂണിറ്റിയോടും അവിടുത്തെ ശക്തനായ പ്രധാനമന്ത്രിയോടും ഉള്ള ദേഷ്യം പ്രകടിപ്പിക്കുന്ന രീതിയിലാണ് അവർ പെരുമാറുന്നത്. അപ്പോൾ ഈ ഖലിസ്ഥാൻ തീവ്രവാദികൾക്ക് ഈ നരേന്ദ്രമോദിയുടെ ശക്തമായ തീരുമാനങ്ങൾ ഒട്ടും അങ്ങ് ദഹിക്കുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല കർഷക സമരമൊക്കെ ഉണ്ടായിരുന്നല്ലോ. കർഷക സമരം ഉണ്ടായിരുന്നു കഴിഞ്ഞപ്പോഴും അതിനൊരു ഖലിസ്ഥാൻ നേച്ചർ വന്നിരുന്നു. അതിന് കൂടുതൽ സപ്പോർട്ട് കൊടുത്തിരുന്നത് ഈ തീവ്രവാദികളായ ഖലിസ്ഥാൻകാർ കാനഡയിലും അമേരിക്കയിലും ഉള്ളവരൊക്കെ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദിയോടും മെജോറിറ്റി കമ്മ്യൂണിറ്റിയോടും ഒക്കെ അവർക്ക് ദേഷ്യമുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അവരത് ഓരോ രീതിയിൽ അത് ആ വികാരം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ അത് അധികാരികൾ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഉള്ള ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നിരവധി ഹിന്ദു കൂട്ടായ്മകളുണ്ട്, അവരും ഈ കാര്യത്തിൽ ഇടപെടാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ത്യ ഗവൺമെൻറ് ഇത് ശക്തമായിട്ട് അപലപിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇവിടുത്തെ വിദേശകാര്യ മന്ത്രാലയം അവിടുത്തെ സർക്കാരിനോട് ശക്തമായ തീരുമാനങ്ങൾ എടുക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഗവൺമെൻറ്റിനും ശക്തമായ തീരുമാനങ്ങൾ അതേപോലെ നടപടികൾ സ്വീകരിക്കേണ്ട ഒരു സാഹചര്യം വന്ന് കയറിയിരിക്കുകയാണ്. എന്തായാലും ഖലിസ്ഥാൻ തീവ്രവാദികൾ അമേരിക്കയിലും കാനഡയിലുമൊക്കെ ഈ ഇന്ത്യക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണിത്. പിന്നെ മാത്രമല്ല നമ്മളുടെ ഇവിടെ കർഷക സമരം നടക്കുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ അതിന് റിയാക്ഷൻ കണ്ടത് കാനഡയിലാണ്. ഇന്ത്യയിൽ സപ്പോർട്ട് പറയുന്നതിനേക്കാൾ കൂടുതൽ സപ്പോർട്ട് കാനഡയിൽ നിന്നും വരുന്നുണ്ടായിരുന്നു. മാത്രമല്ല കാനഡയിലെ പ്രൈം മിനിസ്റ്റർ ട്രൂഡോ
അന്ന് അധികാരത്തിലിരുന്നപ്പോൾ അദ്ദേഹം ഇതിൽ കാര്യമായിട്ട് ഇടപെടുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഈ ട്രൂഡോ ഒക്കെ ഇതിൽ ഇത്രയും ഇടപെടാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാനഡയിൽ അവരുടെ ഇലക്ഷൻ നടക്കണം, അതിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഈ സിഖുകാരുടെ സപ്പോർട്ട് അവർക്ക് വളരെ ആവശ്യമായിരുന്നു. കാരണം ഈ പോപ്പുലേഷൻ്റെ പെർസെൻറ്റേജ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള പെർസെൻറ്റേജിലും ഹയറാണ് കാനഡയിലുള്ള പെർസെൻറ്റേജ്. അപ്പോൾ അതേപോലെ അമേരിക്കയിലും നല്ല തോതിൽ സിഖുകാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ എന്തെങ്കിലുമൊക്കെ ഇന്ത്യക്കെതിരെ ആക്രമിക്കാനായിട്ടും അതേപോലെ പ്രകോപനങ്ങൾ സൃഷ്ടിക്കാനൊക്കെ അവർ വളരെ തൽപരരാണ്. അപ്പോൾ അതുകൊണ്ടാണ് കാനഡയിലായാലും ഈ വക പ്രശ്നങ്ങളുണ്ടാകുന്നു, അമേരിക്കയിലും ഈ വക പ്രശ്നങ്ങളുണ്ടാകുന്നു. അപ്പോൾ ഖലിസ്ഥാൻ തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്ക് ഒരു തരത്തിലും ഇടപെടാൻ പറ്റാത്ത ഒരാളായിട്ട്, അവർക്ക് ആക്രമിക്കാൻ പറ്റാത്ത ഒരാളായിട്ടാണ് അവർ മോദിയെ കാണുന്നത്. ഇന്ത്യയുടെ യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി അതിനെ ആക്രമിക്കണമെങ്കിൽ നരേന്ദ്രമോദിയെ തന്നെ നേരിട്ട് ആക്രമിക്കണം എന്നുള്ളൊരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബഹിർസ്ഫുരണമാണ് നമ്മൾ ഈ കാണുന്നത്. പിന്നെ ഈ ആരാധനയ്ക്കും മറ്റും തടസ്സം ഉണ്ടാകാത്ത രീതിയിൽ ഗവൺമെൻറ് ശക്തമായ നടപടിയെടുക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അധികം താമസിയാതെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതേപോലെ അമേരിക്കൻ ഗവൺമെൻറ്റും ഒക്കെ ഇടപെട്ട് ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്തും എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷേ ഒന്നുണ്ട്, ഖലിസ്ഥാൻ തീവ്രവാദികൾക്ക് ഇങ്ങനെ ഈ ഹിന്ദു ടെമ്പിൾസിനെ ആക്രമിക്കുക, അതേപോലെ ഹിന്ദുക്കളെ ചീത്ത പറയുക, അതേപോലെ ഇന്ത്യയെ ചീത്ത പറയുക, ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററെ ചീത്ത പറയുക എന്നുള്ളതൊക്കെയാണ് അവരുടെ കയ്യിലുള്ള മാർഗങ്ങൾ. അപ്പോൾ അവരത് കുറേയൊക്കെ പ്രയോഗിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇന്ത്യൻ ഗവൺമെൻറ് ഓൾസോ ഈസ് ഓൺ ഇറ്റ്സ് ഗാർഡ്. അവരത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ അതിന് പരിഹാരത്തിനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മോഡിയോടുള്ള വിരോധം മാത്രമല്ല, ട്രംപിനോടുള്ള വിരോധവും കൂടി ഉണ്ട്. കാരണം ട്രംപും മോഡിയായിട്ട് വളരെ ലോഹ്യത്തിലാണല്ലോ. അപ്പോൾ ട്രംപിനെ കൂടി ഇവർ ലക്ഷ്യമാക്കുന്നുണ്ട്. നമുക്കറിയാം ട്രംപിനും അവിടെ ശത്രുക്കളുണ്ട്. കാരണം ട്രംപിനെ ആക്രമിച്ചതും അദ്ദേഹം മരണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടതൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ കാര്യത്തിൽ സ്വാഭാവികമായിട്ടും ട്രംപിന് മോഡിയോടും ഇന്ത്യയോടും ആയിരിക്കും സിമ്പതി. ഇന്ത്യ ആക്രമിക്കുന്ന ഈ ഖലിസ്ഥാൻ തീവ്രവാദികളോട് ട്രംപ് ഒട്ടും ദയ കാണിക്കില്ല. ട്രംപിൻ്റെ ദയ എന്തുമാത്രം ഉണ്ടെന്ന് നമ്മൾ കണ്ടതാണ് ഈ ചങ്ങലയും വിലങ്ങുമൊക്കെ അണിയിച്ച് ഇങ്ങോട്ട് ആൾക്കാരെ വിട്ടപ്പോൾ. അപ്പോൾ മോദിയോട് മാത്രമല്ല ട്രംപിനോടും അതേപോലെ തന്നെ ഈ ഖലിസ്ഥാൻ തീവ്രവാദികൾക്ക് വിരോധം ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഏത് സാഹചര്യത്തിലായാലും ട്രംപ് ഇന്ത്യക്കും മോഡിക്കും അനുകൂലമായിട്ട് എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ നടത്താറുള്ളൂ. മാത്രമല്ല ഇപ്പോൾ നമുക്കറിയാമല്ലോ കാനഡയിൽ ട്രൂഡോ ഉണ്ട്. ട്രൂഡോ ആണെങ്കിൽ എപ്പോഴും സിഖുകാർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. കർഷക സമരം ഉണ്ടാകുമ്പോഴും സംസാരിക്കും കൂടുതൽ. അതേസമയം ഈ ഇവിടെ കർഷക സമരം നടക്കുന്നതിനെ പറ്റിയൊന്നും ട്രംപ് ഇടപെടാറില്ല. അദ്ദേഹം ഇതിനെ പറ്റിയൊന്നും അറിയാറുമില്ല. ഇത് ഖലിസ്ഥാൻ തീവ്രവാദികളുടെയും കൂടി സഹായത്തോടു കൂടി ഇവിടെ കർഷക സമരം നടത്തുന്നു. അതിനെപ്പറ്റി ട്രംപ് ശ്രദ്ധിക്കുന്നേ ഇല്ല. പക്ഷേ ട്രൂഡോ വളരെ ശ്രദ്ധിക്കും. അപ്പം അതുകൊണ്ട് ട്രൂഡോയോട് ഈ ഖലിസ്ഥാൻ തീവ്രവാദികൾക്ക് വളരെ ഇഷ്ടമാണ്. മാത്രമല്ല ഖലിസ്ഥാൻ തീവ്രവാദികളുടെ വോട്ടുകൾ ഉപയോഗിച്ചിട്ട് ട്രൂഡോയ്ക്ക് വിജയം നേടാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ അമേരിക്കയിലെ സ്ഥിതി തികച്ചും അല്ലെങ്കിൽ അതിൻ്റെ നേരെ എതിരായിട്ടാണ് നടക്കുന്നത്. ട്രംപ് ഒരിക്കലും ഖലിസ്ഥാൻ തീവ്രവാദികളെ ഒരു തരത്തിലും ഒളിഞ്ഞോ തെളിഞ്ഞോ സപ്പോർട്ട് ചെയ്യില്ല. എന്ന് മാത്രമല്ല അദ്ദേഹം കഴിയുന്ന രീതിയിലൊക്കെ ഈ ഖലിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ മോഡിയെ സപ്പോർട്ട് ചെയ്യാനേ ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ അതെല്ലാം ഖലിസ്ഥാൻ തീവ്രവാദികളുടെ സമനില തെറ്റിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ട്രംപിനെ ആക്രമിച്ചത് നമുക്കറിയാം, ആരോ ഈ യുക്രൈനോട് സിമ്പതിയുള്ള ആൾക്കാരാണ്. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപിനോട് മറ്റു പലർക്കും ശത്രുതയുണ്ട്. അപ്പോൾ മോഡിയോട് ശത്രുതയുള്ളത് കുറച്ചൊക്കെ ട്രംപിനിലേക്കും തിരിയാനായിട്ട് സാധ്യതയുണ്ട്. ട്രംപിനോടും ഇവർക്ക് ശത്രുത ഉണ്ടാവും. അപ്പോൾ എല്ലാ ശത്രുതകളും ഒന്നിച്ച് വന്നിട്ട് അതിൻ്റെ ഒരു ബഹിർസ്ഫുരണമാണ് നമ്മൾ ഈ കാണുന്നത് ടെമ്പിളുകളിലും മറ്റു കാര്യങ്ങളും. അതെ. അപ്പം അത് ആ ആക്രമണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയോടുള്ള ശത്രുതയാണ്, മോഡിയോടുള്ള ശത്രുതയാണ്. ഒരു പക്ഷേ ട്രംപിനോടുള്ള ശത്രുത കൂടി ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം അമേരിക്കയിൽ ഈ രീതിയിൽ പെരുമാറുന്നത്.
അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഖലിസ്ഥാൻ തീവ്രവാദികൾ അവർ ഇന്ത്യയിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അവർക്കറിയാം. അപ്പോൾ അവർക്ക് കഴിയുന്ന രീതിയിൽ കഴിയുന്ന സ്ഥലങ്ങളിൽ അവരവരുടെ ശത്രുത പ്രകടിപ്പിക്കുകയാണ്. അത് കൂടുതൽ പ്രകടിപ്പിക്കാൻ സൗകര്യം കാനഡയിലാണ്. കാരണം കാനഡയിലെ പ്രൈം മിനിസ്റ്ററും ഇവർക്ക് അനുകൂലമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ചിലരെയൊക്കെ ആക്രമിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കാനഡ ഇന്ത്യക്കെതിരെ ഔദ്യോഗികമായിട്ട് തന്നെ റിയാക്ട് ചെയ്യുകയൊക്കെ ചെയ്തായിരുന്നു. ട്രംപ് അങ്ങനെ അതിനൊന്നും നിൽക്കില്ല. ട്രംപ് എന്തായാലും എപ്പോഴും ഇന്ത്യക്ക് അനുകൂലമായിട്ടും മോഡിക്ക് അനുകൂലമായിട്ടേ നിൽക്കുള്ളൂ. എന്നാലും അവിടെയുള്ള തീവ്രവാദികൾ ഈ അമേരിക്കയോടും ഉള്ള ഒരു ശത്രുത ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് വേണം നമുക്ക് ചിന്തിക്കാനായിട്ട്. ഏതായാലും ഇന്ത്യയുടെ ശത്രുതയുണ്ട്, മോഡിയുടെ ശത്രുതയുണ്ട്, സംശയമൊന്നുമില്ല. അത് പല രീതിയിൽ പ്രകടിപ്പിക്കുന്നു. അത് തന്നെ. പക്ഷേ ഈ അമേരിക്കയിൽ കുറച്ച് വർഷങ്ങളായിട്ട് കുറച്ച് അധികം ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ഇവരുടെ ആക്രമണങ്ങളുണ്ട്. തുടർച്ചയായിട്ട് അത് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ കാലിഫോർണിയയിൽ തന്നെ ഇപ്പോൾ ഇത് 7ാമത്തെ മറ്റോ ആക്രമണമാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ആക്രമണങ്ങൾ അങ്ങനെ പലതും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ആക്രമണത്തിൽ ഇത്രയേ ഉള്ളൂ, അത് ഇന്ത്യയോടുള്ള ശത്രുതയാണ്, അതേപോലെ മോഡിയോടുള്ള ശത്രുതയാണ്, ഇവിടുത്തെ മെജോറിറ്റി കമ്മ്യൂണിറ്റിയോടുള്ള ശത്രുതയാണ്. അവർക്ക് ഖലിസ്ഥാൻ സ്ഥാപിക്കാനായിട്ട് ആരെല്ലാം ശത്രുക്കളായിട്ട് നിൽക്കുമോ, ആർക്കെല്ലാം അതിന് ശക്തിയുണ്ടോ, അവരോടൊക്കെ ഈ ഖലിസ്ഥാൻ തീവ്രവാദികൾക്ക് വിരോധം ഉണ്ടാകും. ആ വിരോധത്തിന്റെ തന്നെ ഒരു റിഫ്ലക്ഷനാണ് നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ കാണുന്നത്. ക്ഷേത്രങ്ങൾ ആക്രമിക്കുന്നതിൽ കാണുന്നത്. അതിപ്പോൾ അമേരിക്കയിൽ എന്തായാലും അവർ ശക്തമായ നടപടി സ്വീകരിക്കും. നമ്മുടെ സർക്കാരും ഇന്ത്യൻ ഗവൺമെന്റും അതേപോലെ വിദേശകാര്യ വകുപ്പൊക്കെ അതിൽ ഇടപെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് അധികം താമസിയാതെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും എന്ന് വേണം നമുക്ക് ചിന്തിക്കാനായിട്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.